കാബേജ് കോളിഫ്ലവറും ബ്രൊക്കോളിയും ഇതൊക്കെയും ഉണ്ടാവലും കഴിയും. അപ്പോൾ ഇവരെ വീട് നോക്കിയിരുന്നോ 50 ദിവസം ഡൈസ് ഇവരൊക്കെ ഇങ്ങനെയാ എന്തിട്ട് ചെയ്യാ. ഒരാൾക്ക് ഞാൻ പൂവന്വേഷായിട്ടോടെ ഇട്ടോ പോവാ. ഇവിടെ ചെറിയ ആളം വെയിൽ വന്നോളി. നല്ല ചക്കയാ. മൂപ്പ് കുറവാണെങ്കിലും കുഴപ്പമൊന്നും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയോട്ടാ തരാട്ടാ. നമ്മുടെ പേളിക്കൂട്ടിനെ രാവിലെ ഒന്ന് അയച്ചു വിടൂട്ടാ. അപ്പോൾ ആ അയച്ചൊന്ന് ഓടിക്കെത്തി കഴിഞ്ഞാൽ അവൾക്ക് ഭക്ഷണം വേണം. അതിനാണ് നിൽപ്പ്. അപ്പോൾ നമ്മുടെ ചാറിൽ ഇതൊക്കെ പാവമായിട്ടിരിക്കും. കാരണം ഇവൾക്കാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനം എന്നുള്ള പോലെ അവനൊരു തോന്നലുണ്ടെന്ന് തോന്നിട്ട് പാവം അതിങ്ങനെ ഒതുങ്ങിയിരിക്കും. ഇവളാണെങ്കിൽ അടുപ്പിക്കൂല, അവനെ ഒതുക്കിയിരുത്തും ചെയ്യും. തരാം. അയ്യോ വാ നടക്ക പേളിക്കുട്ടി. ചാർലി കുട്ടനും തരണ്ട്. ശരി തരാം. വാ. അയ്യോ വാ. ഏറ്റവും പാവുന്നത് ചാർലി. ഞാൻ പേളിക്കുട്ടിക്ക് വാ. നോക്കിയേ, നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒരു ശല്യമില്ലേ. ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു 14 ദിവസം കഴിഞ്ഞു. എന്നിട്ട് നോക്കിയാൽ കണ്ണ് തുറന്നുണ്ടെങ്കിലും അവർക്ക് കണ്ണ് തുറന്ന് നടക്കണം എന്നൊരു വിചാരമില്ലേ. പാല് കുടിക്കുക, ഉറക്കാം, ഇത് മാത്രമേ ഉള്ളൂ. നല്ല ഉറക്കാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ ഒന്നുമില്ല, പാല് കുടിക്കുക, ഉറങ്ങാം, സുഖമായിരിക്കും കേട്ടോ അമ്മ മക്കളും. ചാർലി കൂട്ടനും കൊടുക്കട്ടെ പാവം. അത് ഇവൾക്ക് നല്ല ഫുഡ് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അവനറിയാം. അതനുസരിച്ച് ആ സമയത്തൊക്കെ എത്തും ഇങ്ങോട്ട് അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ. ഒരു പാത്രം എടുക്കട്ടെ കേട്ടോ ചാർലി കൂട്ടാ. പാത്രം എടുക്കട്ടെ. എവിടെ പാത്രം നോക്കട്ടെ, അവിടെ നിന്ന് കൊണ്ടുപോയി. നമ്മുടെ പേളിക്കുട്ടി കണ്ടു കഴിഞ്ഞാലേ അവൾക്ക് ഭയങ്കര ദേഷ്യ. ഇവന് ഭക്ഷണം കൊടുക്കണത്, ഇവൻ്റെ പിന്നാലെ നടക്കണത്. ഇവരൊക്കെ ഇങ്ങനെയായി എന്തിട്ട് ചെയ്യാ. ഒരാൾക്ക് കൊടുക്കണത് ഒരാൾക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ കണ്ട ചാർലി വന്ന ആ സ്റ്റെപ്പും ഇരുന്നപ്പോഴേക്കും പേളി എന്താ പറയുക അടുക്കളയിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങി. അപ്പോൾ അത്രയും അവളുടെ അധികാരം വേറെ ആൾക്ക് കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം പേളിക്ക് ഭക്ഷണം വെച്ച് കൊടുത്ത് കൂടടച്ചിട്ട് ചാർലിക്ക് കൊടുത്തത്. അല്ലെങ്കിൽ പേളി അവനെ കൊടുപ്പിക്കും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ തരം. രാവിലത്തെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി. ഷായിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പറമ്പിലേ. നമ്മുടെ ഈ കോളിഫ്ലവർ ഇല്ല ഇതിന്റെ ഇലകൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇലകൾ നിർത്തിയിട്ട് അങ്ങനെ ഉണ്ടായില്ലല്ലോ. ചെറിയത് അങ്ങനെ ശരിയായില്ല. ഈ വട്ടം നമുക്ക് ഇവിടെ നിർത്തി നോക്കി നോക്കിയല്ലോ. വെറുതെ കളയണ്ട. നമുക്ക് ഒരെണ്ണത്തുമേ 3 ഇല പൊട്ടി വെക്കണേ. നമ്മുടെ കോളിഫ്ലവർ കഴിഞ്ഞ കൊല്ലട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇല പൊട്ടിയപ്പോൾ നിർത്തിയപ്പോൾ ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരാളും കൂടി ആയിട്ടുണ്ട്. നോക്കി നോക്കാം നമുക്ക്. ഞാൻ പൂവന്വേഷായിട്ടോടെ ഇട്ടോ പോവാ. ഇവിടെ ചെറിയ ആളം വെയിൽ വന്നു തുടങ്ങി. ഇതിന്റെ കടക്കിൽ വലിയ പുല്ലൊന്നും ഇല്ല ഇപ്പോ. ഇതേ ഇന്നലെ വൈകിട്ട് ഇവിടെ പൊട്ടിച്ച കോളിഫ്ലവറാ. അപ്പൊ വൈകിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുത്ത് അവർ തിന്നില്ല. അപ്പൊ ഇന്ന് കാലത്ത് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഒരു 15 കോളിഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 എണ്ണം കൂടി ഉള്ള അവിടെ. ഇനി ഈ ഒരു കട്ടയിലുണ്ട്, പിന്നെ അവിടുത്തെ കട്ടയിലുണ്ട്. അത് ഞാനിത് കൊണ്ടുപോകുമ്പോൾ കാട്ടി തരാട്ടാ. ഞാൻ നിർത്തിച്ചായിട്ടാ. ഞങ്ങളെ ഒരു കോളിഫ്ലവർ ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ഇതല്ല പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പൊ അവിടെ തന്നെ വേറെ ഒരു പച്ചമുളക് കോളിഫ്ലവർ ഉണ്ടായി കഴിയാറായിന്ന് കണ്ട വയ്ക്ക് അതിന്റെ ഇടയിൽ ചാരി പച്ചമുളക് നട്ടുകൊടുത്തു. അപ്പൊ ഇനി അത് മണ്ണിട്ട് അയക്കാൻ മതി. അപ്പൊ ഷായിട്ടിന് അത് അവിടെ ചെയ്യാൻ പോവാ. അപ്പൊ അതൊരു തടസ്സണേ. അതാണ് ഷായിട്ട് വേഗം അരിഞ്ഞുകൊണ്ട് വന്നേ. ചക്ക ഞാനിട്ടാ മതിയാ? അതിട്ടാ മതി. അടിയിലത്തിയല്ലേ? ആ ഞാനപ്പോൾ നിർത്തിച്ചായിട്ട് അവിടുത്തെ കുറച്ച് നേരമുള്ളോ. ദേ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നിൽക്കണത്. കോളിഫ്ലവർ, ക്യാരറ്റ്, അപ്പുറത്ത് നമ്മുടെ ക്യാബേജ്, ബ്രൊക്കോളിനൊക്കെ ഈ ഒരു ഭാഗത്താണ്.
ഇത് നമ്മുടെ ചൈനീസ് ക്യാബേജ് നോക്കിയ ചൈനീസ് ക്യാബേജ് കണ്ട ഇതേപോലെ ആയിട്ടിരിക്കുക. ഭയങ്കര ടേസ്റ്റ് അത് കറി വയ്ക്കുമ്പോൾ. തോരനൊക്കെ വയ്ക്കുമ്പോൾ എന്ത് രസം അറിയും. ഇതും അതേ ഉള്ളിലേക്ക് ആയി തുടങ്ങി നോക്കിയേ കണ്ടാ നിറച്ചുള്ളി ആയിട്ടുണ്ട്. അതെല്ലാ കടയും വേണ്ട അതേപോലെ തന്നെ. ഇത് പിന്നെ നമ്മുടെ ബ്രൊക്കോളി കേട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതിമയും പിന്നെ ഇതിമയും ഒക്കെ ആയി തുടങ്ങി പിന്നെ പിടിപിടുന്ന എല്ലാത്തിമയും വേഗം വേഗം. ഇവരൊരു സീസൺ അല്ലേ ഈ ക്യാബേജ് കോളിഫ്ലവറും ബ്രൊക്കോളിയും ഇതൊക്കെയും ഉണ്ടാവലും കഴിയും. അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് അതിനോട് കൂടി നമ്മുടെ പറമ്പ് പെട്ടെന്ന് കാലിയാവണ പോലെ വരിക. ഇപ്പം നല്ല പച്ചപ്പില നിൽക്കണവരൊക്കെ ഉള്ള കാരണം. പേളിക്കുട്ടിയേ വാ ഓടി വാ. ചക്ക ചിലപ്പോഴേ എന്തായാലും നമ്മുടെ ചട്ടിമിക്ക് ഇനിയും വീഴ. ചക്ക മൂത്തിട്ടുണ്ടോയെന്ന് നോക്കണമെന്നില്ല. നമ്മളൊരു വട്ടം ചക്ക ഇട്ടപ്പോഴേ ഒരു ചക്കയുടെ എന്താ പറയുക കരിമുള്ളുമ്മ ഒന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചക്ക ഇടാൻ നിൽക്കണേ. അപ്പോൾ ഈ താഴ്ത്തന്നെ നിൽക്കണേ. എന്തായാലും ഉപ്പേരിക്കെല്ലാം മൂപ്പായിട്ടുണ്ടാവും അത് ഉറപ്പാ. നോക്കിയേ പേരക്കായ ഞാൻ ഇന്ന് നമ്മൾ കവറിടാറുണ്ട്. കവറിടാൻ ഒന്ന് വൈകിയത് തിന്ന് പോയി. എന്ത് ടേസ്റ്റുള്ള പേരക്കായെന്നറിയാതൊക്കെ കണ്ട വലിയ പേരക്കായണേ. പേരക്കായ ഇത്ര ഉള്ളത് വേണ്ടല്ലേ ഇനി വലുതാവും. ഇത് ഞാൻ കാട്ടി തരാറില്ലേ. ഇപ്പോൾ ഇതാ ഉണ്ടാവണ ഒരു ടൈമാണ്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം ഒന്നും തിന്നാൻ കിട്ടണില്ല. എല്ലാം ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എന്തോരം പേരക്കായ ഉണ്ടാവണത് മുകളിൽ തിന്നു പോയി. എന്തായാലും ഇനി തൊട്ടേ പേരക്കായ ഞാൻ മൂക്കാൻ നിർത്തണല്ലേ. ഒരുവിധം കടിച്ചതിനാവുന്ന സമയമാവില്ലേ. അപ്പോൾ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഒന്നും കിട്ടാനില്ലല്ലോ. പിന്നെ ഞാൻ കുളത്തേൻ്റെ എന്തിട്ടുണ്ടാവോ ഷായേട്ടനെ വിളിക്കേണ്ടി വരുമോ നോക്കി നോക്കട്ടെ ഒന്നും കൂടി. അല്ലെങ്കിൽ ഞാൻ വിളിക്കും ഷായേട്ടനെ. ഈശ്വര വീണു. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ ഒരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട സമയത്ത് കരിമുള്ള ഇങ്ങനെ വലിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ചക്ക ഇട്ടേ മൂത്തിട്ടുണ്ടോ എന്ന് നോക്കാണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ഒരു ചക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. എൻ്റെ മോൾക്ക് പാല് കുടിച്ച് ഡിസ്മുണ്ടിരി പാല് കുടിക്കടി പിണങ്ങല്ലേ കുടിച്ചോട്ടാ. ഓ സമാധാനമായി എനിക്ക്. ഭയങ്കര ക്ഷീണുണ്ട് ഇപ്പം നമ്മുടെ അല്ലൂന്. കാരണം ആലോചന തോന്നുന്നുണ്ട് പേര് ഇവിടെ വന്നപ്പെട്ടേ. പിന്നെ കാരണം എൻ്റെ പിന്നാലെ നടക്കാൻ പറ്റണില്ലല്ലോ. ഇപ്പം ഞാൻ വിളിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം. ഇപ്പോൾ കുടിച്ചപ്പോൾ ഇനി കുടിച്ചോട്ടാ. ഇന്ന് ചക്ക അടുപ്പുമ്മ വയ്ക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് അരി അടുപ്പത്ത് തരാനായിട്ട് കുറച്ച് വൈകി. കാരണം നമുക്ക് ആ ചോറ് ഊറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുപ്പത്ത് തന്നെ വെച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ടേ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നാക്കി വരുമ്പോഴേക്കും ചോറ് വേവും.
ചക്ക വെട്ടി നോക്കട്ടെ മൂപ്പായിട്ടുണ്ടോ. എന്തായാലും അത്രയും കൂടെ മൂപ്പാവാനുള്ള സാധ്യത കുറവ് തന്നെയാട്ടാ. എന്നാലും ചോള കുറച്ച് തന്നെ വെക്കേണ്ടി വരും. എനിക്കെന്താണെന്ന് അറിയോ, ചക്കയും ചക്കക്കൂരും കൂടി ഒരുമിച്ചിട്ട് വെക്കില്ലേ, ചക്കക്കൂരും അധികം വേവാണ്ട് ഉള്ള ആ ഒരു സമയം, അങ്ങനത്തെയാണ് ഏറ്റവും ഇഷ്ടം ഉപ്പേരിക്ക്. അല്ലെങ്കിൽ പിന്നെ ചക്ക നന്നായി മൂക്കണം. അയ്യോ, എൻ്റെ കയ്യുമ്മ എന്താ പറയുക, വെളിച്ചെണ്ണ പുരട്ടിയും കൂടിയിട്ട് നമ്മുടെ എന്താ വെട്ടുകത്തിയുമ്പോൾ പുരട്ടാൻ മറന്നു. അല്ലെങ്കിൽ അതിപ്പോൾ നിറച്ച് പശ പിടിക്കല്ലോ. ഈ ചക്കമുള ഞാൻ പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ വൃത്തിയാക്കാനും അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. കുരുമൂത്തു, അപ്പോൾ ചോള മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ചക്കക്കുരൊക്കെ മുരിങ്ങയുടെ ഇലയിലൊക്കെ ഇട്ടിട്ട് വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്ക നമ്മുടെ നന്നാക്കി കഴിഞ്ഞു കേട്ടാ. അപ്പോൾ നമ്മുടെ ചോറും വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ചക്ക അധികം മൂക്കാത്ത ചക്കയെക്കാരനെ കുറച്ച് നേരം ചിലപ്പോൾ അടുപ്പത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ ഏതാണ്ട് ചക്കയുടെ ഒപ്പത്തിന് തന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് അടുപ്പത്തുനിന്ന് കലയിറക്കി വയ്ക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ അത് ആ ശീലമായിട്ടേ പെട്ടെന്ന് ആ ചൂട് കൈമ പിടിക്കണില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറക്കി വെച്ചത്. ചോറ് വയ്ക്കുമ്പോഴേ ഇത്തിരി വെള്ളം മുകളിൽ വയ്ക്കും. കാരണം നമുക്ക് ചോറ് ഊറ്റുമ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആ വെള്ളം എനിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്ക ഇവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും ഒന്ന് മുറ്റടിക്കാണ്ട് ഇനി അതിന് പോവാം. ഞാൻ ചക്ക വേഗം നന്നാക്കി അടപ്പത്തിട്ടു. പക്ഷെ നമ്മൾ ചക്കക്കൂടൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, പോള കളഞ്ഞിട്ടേ. പിന്നെ ആദ്യം പണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചക്കയുടെ മടലുണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ ടാക്കികളിൽ നമ്മുടെ മരപ്പട്ടി പിടിച്ചിട്ട് അവർ ഈ പച്ച ചക്കയുടെ ആയാലും മടലുകളും നുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ വെട്ടി നുറുക്കിയിട്ട് കൊടുത്ത് തിന്നിരുന്നു കേട്ടോ. ഇപ്പോഴൊരു കഴിക്കണില്ല അത്. പക്ഷേ ഇവരിനി പഴുത്തത് ചിലപ്പോൾ തിന്നുമായിരിക്കും. അപ്പം അത് കാരണം ഈ മടൽ നമുക്ക് തെങ്ങിൻ്റെ ഇടയ്ക്കിലേക്ക് ഇടാം. ചക്കക്കുരു പിന്നെ ഇവിടെ ഇരിക്കട്ടെ. നല്ല തിക്ക് തിരക്കും ബഹളാ. നമ്മുടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, ഗിനി, അവരാണ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ആകെ ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ നമ്മളെ മുറ്റടിച്ച് വെള്ളം കഴിഞ്ഞു. ആ ചക്ക വെന്തിട്ടാ, നല്ല ചക്കയാ. അത് മൂപ്പ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പടപ്പത്ത് വെക്കണ്ട. തീ അങ്ങനെ കത്തിക്കണില്ല. ഞാനിതിലേക്കുള്ള ഉള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും നന്നാക്കിയിട്ടില്ല. അതുവരെ ഇങ്ങനെ കിടന്നോട്ടെ. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇങ്ങനെ നീക്കി വെച്ചാലേ അധികം കത്താണ്ടിരുന്നുള്ളൂ. സാധാ മെഴുക്ക് പുരട്ടി തന്നെയാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും വേപ്പിലയും. പക്ഷെ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെയും ഒപ്പത്തിനെടുക്കുന്നു മാത്രം മെഴുക്ക് പുരട്ടി. അതായത് പ്രത്യേകിച്ച് ചക്കയൊക്കെ വെക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണക്ക ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് അതിൽ വെക്കുന്നത് നല്ല രസം തന്നെയാട്ടാ. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്
വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി വേപ്പിലേക്കും കൂടി ചതച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു. അപ്പം തന്നെ കുത്തിപ്പൊടി മുളകായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ല, ഉള്ളിയും മുളകൊക്കെ ഇടാം ഇതേപോലെ നോക്കിയാൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നനച്ച് കൊടുക്കാം. നന്നായി വെന്തുട്ട് ചക്ക. എനിക്ക് ഇത്ര വേവണത് ഇഷ്ടമല്ല കേട്ടോ. ഷായേട്ടിന് പക്ഷെ നല്ല ഇഷ്ടമായി നന്നായി വേവണ ചക്ക. നമ്മുടെ ചക്ക കൂട്ടാൻ നോക്കിയേ റെഡി ആയിട്ടാ. നന്നായി വെന്തു എന്നുള്ളൊരു കുഴപ്പമുള്ളൂ, പക്ഷെ ഷായേട്ടിനത് ഇഷ്ടമാവും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഷായേട്ടൻ കഞ്ഞി കുടിച്ചിട്ട് ഇപ്പോൾ പോവാറേ പണിസ്ഥലത്തേക്ക്. ഞാനിപ്പോൾ കഞ്ഞി കുടിക്കണില്ല കേട്ടാ. ഞാനേ നമ്മുടെ പണിസ്ഥലത്ത് ചേച്ചിക്ക് കുറച്ച് ചീര അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി, അപ്പം അതൊക്കെ അരിഞ്ഞ് കൊടുത്തിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ഷായേട്ടനൊന്നും ഇഷ്ടമായില്ലേ ചക്കക്കൂട്ടാൻ? നമ്മൾ പേരിനെ കഞ്ഞി എടുത്തിട്ടുള്ളോ, കൂട്ടാനോ മെയിന്. ആ, അത് ചക്കക്കൂട്ടാൻ വെക്കുന്ന ദിവസം ഷായേട്ടന് അങ്ങനെയാണ്. കഞ്ഞിവെള്ളം കൂടുതലും വറ്റി വാങ്ങും. ഇനി ഇപ്പോഴൊക്കെ ചക്ക കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയാണ്. എന്നുവെച്ചാൽ സീസൺ ആയിട്ടില്ലേ ശരിക്കും. നമുക്ക് പിന്നെ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട്. ചക്കക്കൂട്ടാൻ രസമുണ്ട്, പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് ഇത്ര വേണ്ടത് ഇഷ്ടമല്ല. ഷായേട്ടനാണെങ്കിൽ നല്ല ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ. കഴിയില്ലേ? ഇല്ല, ഞാൻ വിജയിച്ചിക്ക് ചീര എടുത്തിട്ട്. നമ്മളുണ്ടല്ലോ ഞാൻ അവിടുത്തെ പറമ്പേ പോവാ, കാരണം സബോള നടണം, പിന്നെ മാങ്ങയും തക്കാളിയൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പം നമ്മളുണ്ടല്ലോ നോക്കിയേ, അന്ന് നട്ട നമ്മുടെ സബോള വേണ്ട സബോള ഉണ്ടാവട്ടെ. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, എപ്പോഴും നമ്മൾ കാണിക്കുന്നത് തന്നെയാണ്. കണ്ട അതേപോലെയാണ് ഉണ്ടാവും. ഒരു സബോള വെച്ച് കൊടുത്തോണം. 1 2 3 4 5 6 സബോള ഉണ്ടാവും ഇപ്പോൾ ഇതുമേ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കടയിലേക്ക് നോക്കുമ്പോൾ അത് 2 എണ്ണമുള്ളൂ, പക്ഷേ ഇതുമേ എണ്ണം കൂടുതലുണ്ടാവുന്നുണ്ട്. നടണ സബോള എന്ന് പറയുന്നത് നോക്കിയാൽ ഈ കടയിൽ ഏറ്റവും മോശമായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ സബോള കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നടണത്. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കൂട്ടാ. എന്നിട്ട് ഇതാ ചിലത് മുള വന്നിട്ടുണ്ടാവും, അങ്ങനത്തേക്ക് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക. ഇതിങ്ങനെ വെറുതെ നമ്മൾ ഉള്ളിൽ നടണ പോലെ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുള്ളൂ. ഈ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്മായം, വേപ്പിമണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ സബോള നട്ടു കൊടുക്കുന്നത്. അതുമാത്രമല്ല മണ്ണാണെങ്കിൽ നന്നായിട്ട് കുത്തി ഇളച്ച് നല്ല പൊടിമണ്ണ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ടായിട്ട് നമ്മൾ നടണത്. അപ്പോൾ ഒരടി അകലത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരടി വേണ്ട, ഒരു 3/4 അടി മതി. കാരണം നമ്മൾ ഇപ്പോൾ അത്രയും തിക്കൻസ് വരുന്നില്ല ഉള്ളിയുടെ പോലെ. ഉള്ളത് നടൽ കഴിഞ്ഞു. ഇനി ഒന്ന് നനച്ച് കൊടുക്കും. നമ്മൾ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കും. മണ്ണ് ഈ സബോളയുടെ മുകളിലേക്ക് വരാത്ത രീതിയിലിട്ട് ഇതേപോലെ തന്നെ വെറുതെ നനച്ച് കൊടുക്കുള്ളൂ. ഒന്ന് തറയും അതേപോലെ തന്നെ ഇരുന്നിട്ട്. ഇനി നമുക്കുണ്ടല്ലോ മാങ്ങ പൊട്ടിക്കണം കേട്ടോ. അപ്പം നമ്മുടെ തോട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാങ്ങയുടെ ടൈമിൽ മാത്രമാണ് നമ്മൾ ഈ തോട്ടി പുറത്തേക്ക് എടുക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതാ എടുത്തു തുടങ്ങി. ഈ തോട്ടി നല്ല തോട്ടിയാണ്. ഇതുമ്പോൾ നമുക്ക് ചക്ക ഉണ്ടെങ്കിൽ ഇതുമിക്കുള്ള അരിവാളുണ്ട്, പിന്നെ വെറുതെ എന്തെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തോട്ടിയുണ്ട്. ഇതിപ്പോൾ നമുക്ക് വല ഇങ്ങനെ ഇതുമ്പിട്ടിട്ട് ആക്കാം. ഓരോ സ്ക്രൂവാണ്. താഴത്തേക്ക് ഉണ്ടിട്ട് നമുക്ക് മാങ്ങാം. പക്ഷേ ഇപ്പോഴേ ആദ്യം ഉണ്ടായവർ മൂത്ത് തുടങ്ങി. അപ്പോൾ ഇടയിൽ കൊത്തി വീഴുണ്ട്. അപ്പോൾ മൂത്ത് നോക്കിയിട്ട് കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വരാം നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പോൾ ഇവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഈ കൊലയ്ക്ക് മൂത്തതാ. നമ്മുടെ കണ്ട ഇതേപോലെ കളറൊക്കെ ആയി. അപ്പോൾ അതായത് 2 ദിവസം കഴിഞ്ഞാൽ അപ്പോഴേക്കും പഴുക്കും. കണ്ട മൂവാണ്ട മാങ്ങ കേട്ടത്.
ഈ പറമ്പിലെ 3 മാവുള്ളത് 3 മൂവാണ്ടന. പിന്നെ ഒരു മാവുണ്ട്. ആ മാവെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാട്ടോ ആ മാവുമ്പത്തെ മാങ്ങ. പക്ഷെ അതും അങ്ങനെ മാങ്ങ പിടിക്കണില്ല. ചെറിയ കായകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ തോട്ടി എന്ന് പറയുന്നത് നമ്മൾ അഗ്രോ ബസാറിൽ നിന്ന് മേടിച്ചിട്ടുള്ള തോട്ടിയാട്ടോ. ഇതിപ്പോൾ മേടിച്ചിട്ടൊരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. അന്ന് ഈ തോട്ടി മേടിക്കുമ്പോൾ ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് അന്ന് 2500 രൂപയുണ്ട്. ഇപ്പൊക്കെ എത്രയാണെന്ന് അറിയില്ല കേട്ടാ. പക്ഷെ നല്ല തോട്ടിയാണ്. ഇത്രയും മതി അല്ലേ? ഇത്ര മതി. ഇനി 2 ദിവസം കഴിയുമ്പോൾ വന്ന് പൊട്ടിക്കാം. എനിക്ക് ഇത്രയും കൂടി മൂത്തണം. പിന്നെ ഇനി നമ്മുടെ തക്കാളി പൊട്ടിക്കാണ്ട് ഇത് പൊട്ടിക്കാം. നോക്കി നമ്മുടെ മഞ്ഞമുളക് അതും കുറച്ചുണ്ട്, അതുകൊണ്ടും പൊട്ടിച്ചെടുക്കാം. കണ്ട ഭയങ്കര ഭംഗിയാണ്. ഇതിൽ നമ്മളിത് ഫുള്ള് മഞ്ഞമുളകാന്ന് വിചാരിച്ചത്. പക്ഷേ മഞ്ഞ മാത്രമല്ല, ഇതേ സെയിം ഈ ടൈപ്പിലല്ല. നോക്കിയേ, ഇത് കണ്ട ഈ ഒരു കളറ് കണ്ട. അപ്പം ഇതും പൊട്ടിച്ചെടുക്കാം. കണ്ട. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ഓരോ മുളകിനും ഓരോ ടേസ്റ്റിൻ്റെ കറിയിലിടുമ്പോൾ അതാണ് എനിക്ക് മുളകിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്. ടേസ്റ്റ് വ്യത്യാസം ഭയങ്കരമാണ്. ഇത് നമ്മുടെ തക്കാളി പൊട്ടിക്കാൻ പോവാം. നമ്മുടെ തക്കാളി നോക്കി. നമ്മുടെ ഈ തക്കാളി തൈ ഞാൻ നടന്നത് കാട്ടിയാന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കാട്ടിയാന്നുണ്ടായിരുന്നു വളർച്ച. ഇപ്പോഴത്തെ എത്രയായിട്ടാ. ഇനിയിപ്പോൾ ചെറുതായിട്ട് മുട്ടയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. തക്കാളി നമുക്ക് കുറച്ച് തന്നെ ഉണ്ട്, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതാ ഒരു തക്കാളി നോക്കിയേ പകുതിയോളം തിന്ന് പോയിട്ടുണ്ട്. കണ്ടാ, ഞാൻ പൊട്ടിച്ച് കാട്ടി തരാം കേട്ടോ. ഇത് നോക്കിയേ, തക്കാളി തിന്നാൻ പഠിച്ചു തുടങ്ങി. അണ്ണാനാണാവോ? അണ്ണാനാവണം. അപ്പോൾ നമ്മുടെ തക്കാളി പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ ഒരു കുഴപ്പമെന്നിട്ടാണെന്നറിയോ, നമ്മുടെ ഈ മാവിൻ്റെ ചില്ലകൾ വീണ കാരണം തക്കാളിക്ക് നല്ല എന്നിട്ട് പറയുക ചില്ലകളൊക്കെ ഒടിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം ഓരോ ചില്ല വീഴുമ്പോഴേ ആ ഭാഗം അങ്ങനെ തന്നെ പോണ പോലെയാണ് ചതഞ്ഞിട്ട്. പിന്നെ ഞാൻ അന്നും പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഇലയമ്മയ്ക്ക് ഈ മാവിൻ്റെ പശി അതൊന്നും ഇല്ലെങ്കിലേ ഈ തക്കാളി നല്ല ഭംഗിയുണ്ടായിരുന്നു നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പഴുത്ത് പൊട്ടിച്ചെടുക്കാം. എന്നാലും ഒറ്റ കട എന്താ പറയുക, സാധാരണ നമ്മൾ തക്കാളി തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടയ്ക്കും ചിലപ്പോൾ വാടിപ്പൂവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. ഇതങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നോക്കിയാൽ ഈ ഒരു കണ്ട ഇത്രയധികം തക്കാളി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മാവിൻ്റെ ചില്ല വീണിട്ടാണ് ഈ ഒരു കൊമ്പ് ഇങ്ങനെ തന്നെ നാശമായി പോയി. കണ്ട, ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിലായാലും അത് ഇതുമേക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വീണെടുക്കുക. അപ്പം നോക്കിയേ, എത്രയും തക്കാളി നമ്മൾ പൊട്ടിച്ചെടുത്തു കേട്ടാ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. എന്താ ടൈസാ, വീട് നോക്കിയിരുന്നോ? 50 ദിവസം ടൈസനായിരുന്നു വീട് നോക്കിയിരുന്നേ. ആ അതെനിക്കറിയാലോ. നമ്മൾ പറമ്പേ പോയാൽ വീട് നോക്കിയെന്നാ പറയണേ. അതിൻ്റെയാണ് ഈ സ്നേഹം കാണിക്കണേ. ആ എത്തിടാ സിമ്പുട്ട, എത്തി. ഞാൻ എത്തി. ഞാനിത് ഇവരോട് സംസാരിക്കാനിട്ടാണോ? കണ്ട നമ്മുടെ സിമ്പ നോക്കിയേ. ഇവരവിടെ നിന്ന് എൻ്റെ കൂടെ വരുന്നതേ തന്നെ അവന് കാണാട്ടാ. മുകളിൽ കയറിയിരുന്നിട്ട് ആ കമ്പിയും ഇങ്ങനെ ഇരിക്കും. ആ തരാം. എന്തേ സിമ്പുട്ടിൻ്റെ അടുത്തേക്ക് വരാട്ടാ. ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വരണ്ടേ. എല്ലാവരുടെ അടുത്തേക്ക് വരാം. അത് കൊണ്ടുവച്ചിട്ട് വരാട്ടാ. അവിടെ നിൽക്കുക.
നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാം. മസ്കറ്റിലുള്ള ജോൺ ജോർജ് ബിജുവിൻ്റെ മൂത്ത മകൻ റോൺ ബിജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 26 നമുക്കന്ന് വിഷ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വൈകിട്ടാണെങ്കിലും ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാനായിട്ടുള്ളത് സന്ധ്യ. ഹായ് സന്ധ്യച്ചി. ഹായ് അനിത പ്രവീൺ. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകാം ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ നെയ്ച്ചോറും അതേപോലെ തന്നെ അതിലേക്കുള്ള ഒരു മട്ടൻ കറിയായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൻ കറി വയ്ക്കാം. അപ്പോൾ മട്ടൻ കറിയിലേക്ക് നോക്കി നമുക്ക് നാളികേരം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മുറി നാളികേരം ഞാൻ ചെരുകിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇതാ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ആദ്യം അരച്ചെടുക്കണം. നോക്കിയേ, നമ്മൾ നാളികേരം നോക്കിയാൽ നല്ല വെണ്ണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാറൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ തീ കത്തിച്ച് ഒരു കുക്കർ ഇതാ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ കുക്കർ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കുക്കർ ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ കുക്കർ നല്ല ചൂടായിരിക്കണ കാരണം തന്നെ ഇതാ നമുക്ക് ഒരു സബോള ഇതാണ്, കാരണം കുറച്ച് അരിഞ്ഞ് നോക്കണതാണ്, ചെറുതാക്കി നുറുക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. സബോള നല്ല ഗോൾഡൻ കളർ ആവണ വരെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. സബോളയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കി ഞാനൊരു 4 പച്ചമുളക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി ഒരു മീഡിയം വലിപ്പമുള്ളത് കേട്ടോ, ചെറുതാക്കി നുറുക്കിയതാണ്. അപ്പോൾ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. ഒരു തുടം വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറുതാക്കി നുറുക്കിയതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. കളറൊക്കെ ഒന്ന് മാറുന്നവരാക്കി എടുക്കണം. പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതേപോലെ ഇതാ കളറൊക്കെ ഇതേ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു മണം വന്ന് തുടങ്ങി. ഈ സമയത്ത് നമുക്കിതാ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് അതേപോലെ തന്നെ നല്ലൊരു മണം വന്ന് തുടങ്ങി. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇനി മല്ലിപ്പൊടി ഇതാ 1 ടീസ്പൂൺ കേട്ടോ, നല്ലോണം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി നമുക്ക് നോക്കിയേ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടൂട്ടാ. അപ്പോൾ അതിട്ട് കൊടുക്കാം. അതൊരു ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ പൊടികളിലത്തൊക്കെ ഒരു പച്ചക്കുത്ത് പോകണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് അതിലത്തെ ഒരു പച്ചക്കുത്ത് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ കളറൊക്കെ ഇതാ ഇതേപോലെ ആയിട്ടിരിക്കണേ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഞാൻ വേപ്പില അരച്ചിട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 8 കതിര് വേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി അരച്ചെടുത്ത് നോക്കുകയാണ്. വേപ്പില ഇട്ടിട്ട് നമുക്ക് കുറേ നേരം ഇളക്കിയൊന്നും കൊടുക്കണ്ട, വെറുതെ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒപ്പം തന്നെ ഞാൻ അതിലേക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നോക്കിയാൽ തിളച്ച് നന്നായിട്ട് എണ്ണയ്ക്ക് കണ്ട ഇതേപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്കുണ്ടല്ലോ നമ്മുടെ മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 കിലോനാട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാനിത് അതിലേക്ക് ഇട്ടെ. അപ്പോൾ നമ്മൾ ഈ മട്ടൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എങ്കിലും നമുക്കറിയാം മട്ടൻ വെന്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും പറയണ പോലെ നമുക്കിപ്പോൾ എപ്പോഴും ഇത്തിരി കുറവിട്ടാലും മതി, പിന്നെ ആവശ്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൂടെ തന്നെ നമ്മൾ അരച്ച് പോകണം നമ്മുടെ നാളികേരം അണ്ടിപ്പരിപ്പ് കൂടി അരച്ചതുണ്ടല്ലോ, അതും കൂടി നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് കൂടി കഴുകിയെടുക്കാം കേട്ടോ.
നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 4 വിസിൽ കേട്ടോ. തീ കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മട്ടൻ കറി ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ഇനി നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കണേ. ഇനി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമുക്ക് നെയ്ച്ചോറൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന പോലത്തെ പാത്രമാണ് നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുള്ളത്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇവിടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കിയാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ നോക്കിയാൽ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പാട്ടി കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളറാവണം. അണ്ടിപ്പരിപ്പൊക്കെ ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇത്തിരി ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നു ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ അതേ നെയ്യിലേക്ക് തന്നെ ഒരു സബോളക്കാലം കുറച്ചരിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആവണവരാക്കി എടുക്കണം കേട്ടോ. സബോള ഇട്ടിട്ട് നോക്കിയിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളറായപ്പോൾ നമുക്കിതാ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ വെക്കുന്ന അരി എന്ന് പറയുന്നത് ഞാൻ കൈമ അരിയായിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ കുഞ്ഞ് മണിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഗ്ലാസ് അരിക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 ഗ്ലാസ് വെള്ളമാണ് ഈ 5 അരി വേവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ അരി എന്ന് പറയുന്നത് നമ്മളൊരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ നന്നായി കുതിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരട്ടി വെള്ളം എടുക്കണേ. കുതിർത്താണ്ട് നമ്മൾ വറുത്തോട്ടൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 10 ഗ്ലാസ് വെള്ളമാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് കറുകപ്പട്ട, പിന്നെ ഒരു 6 ഗ്രാമ്പു, 5 ഏലക്കായ, പിന്നെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു 2 ടീസ്പൂണ് നെയ്യ്, പിന്നെ ഒഴിക്കുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലാട്ടോ. അതും ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ ഈ എല്ലാം കൂടിയിട്ട് ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്കുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതാ ക്യാരറ്റ് ചെറുതാക്കി നുറുക്കിയൊരു ക്യാരറ്റ്, ഒരു ചെറിയൊരു ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ ഒരു അളവിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പം ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ. അത്രയും ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിരിക്കണ കാരണം അരി ഇട്ടപ്പോഴേക്കും തന്നെ വേണ്ട വെള്ളം തിളച്ചു തുടങ്ങി. നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. നമ്മൾ മട്ടനൊക്കെ ഇട്ടിട്ട് 4 വിസിൽ വന്ന് എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നോക്കിയേ നമ്മുടെ കറിക്ക് വെന്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഒരു കറി, ഒന്നും ചെയ്യാനില്ല, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡിയായി. ഇനിയിപ്പോൾ നമ്മുടെ നെയ്ച്ചോറും കൂടി റെഡി ചെയ്യാൻ മതി. നെയ്ച്ചോറൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ.
എന്നിട്ടിതാ വീണ്ടും മൂടി വയ്ക്കാം. നമുക്കുണ്ടല്ലോ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നമുക്കിതാ. നോക്കിയേ, ചോറൊക്കെ വെന്തിട്ടുണ്ട് കണ്ട, നല്ല ഒലർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടാ കണ്ട. ഇനി നമുക്കുണ്ടല്ലോ ഇതിൽ നമ്മളിതാ വറുത്ത് വെച്ച് നമ്മുടെ സബോള അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൈനെ വിളിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ പെരുന്നാളായിട്ടാട്ടോ നമ്മൾ ഈ വട്ടം നെയ്ച്ചോറ് വെച്ചതല്ലേ ചേട്ടാ? പെരുന്നാളിന് മുൻപന്നെ വെച്ചു, എന്നുവെച്ചാൽ എല്ലാവർക്കും എളുപ്പത്തിലൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നോക്കിയ മട്ടൻ കറിയും നെയ്ച്ചോറും. എന്നത്തെയും പോലും അടിപൊളി തന്നെയാടാ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാ. അതായത് പെരുന്നാൾ എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനുണ്ട് അടിപൊളിയല്ലേ? അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയോളാം, അത്ര രസമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നിർത്തല്ലേ? അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് ആശംസകൾ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ.